ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. അതിന് മുമ്പായിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് പോലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദയവായിട്ട് ആമേൻ മൊബൈലൊക്കെ എടുത്ത് ആമേൻ നമുക്ക് അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്താട്ട് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്താട്ട് ആമേൻ സ്തോത്രം ദയവായിട്ട് കയറണമെന്ന് ആമേൻ ദൈവനാമത്തിൽ അവരോട് ആമേൻ റിക്വസ്റ്റ് ചെയ്താട്ട് ആമേൻ ഇതെല്ലാവർക്കും അനുഗ്രഹമായി തീരും. പ്രത്യേകിച്ച് ആമേൻ അബുദാബിയുടെ ദേശത്ത് ആമേൻ യുഎയുടെ ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മിഡിൽ ഈസ്റ്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതൊരു ആമേൻ ഷെൽട്ടർ പോലെയാണ്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. പലരും എന്നോട് സാക്ഷ്യം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്, ഇതൊരു ഷെൽട്ടറാണ്. അതുകൊണ്ട് അയച്ചു കൊടുത്താണ്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അല്പം മുമ്പും നമ്മൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യുദ്ധത്തിന്റെ ധ്വനി കേൾപ്പാനിട്ടിടയായി. ആമേൻ വലിയ മിസൈലുകളൊക്കെ നമ്മൾ കേൾപ്പാനിട്ടിടയായി. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ആമേൻ സ്തോത്രം ഒരു കാര്യം ഉറപ്പാണ്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്ര. കർത്താവിന്റെ സ്തോത്രം. ഇന്ന് പകല് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. അവന്റെ പേര് നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദയവായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തായിട്ട് ആമേൻ 2 മിനിറ്റ് എടുത്ത് ആമേൻ സ്തോത്രം ഷെയർ ചെയ്തായിട്ട് ആമേൻ സ്തോത്രം മൊബൈലൊക്കെ എടുത്ത് നിങ്ങൾക്ക് അറിയാവുന്ന 1-2 പേർക്ക് ആമേൻ സ്തോത്രം അല്ലെങ്കിൽ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ അയച്ചാട്ട് കർത്താവിന്റെ സ്തോത്രം റിക്വസ്റ്റ് ചെയ്താട്ട് എല്ലാവരെയും ആമേൻ ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ആമേൻ സ്തോത്രം സാധിക്കുന്നവരൊക്കെ വീഡിയോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഓപ്പൺ ചെയ്യണോ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നത് ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഇത് എന്തൊരു സഭയാണെന്ന് ചോദിക്കാൻ ഇടവരില്ല. കർത്താവിന്റെ സ്തോത്രം. അതിലിനെ നോക്കി ശുശ്രൂഷിപ്പാൻ സമ്മതിക്കരുത്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ജീവനുള്ളവർ ആമേൻ സ്തോത്രം ദൈവത്തെ ആമേൻ സ്തോത്രം സ്തുതിക്കുന്ന സഭ. കർത്താവിന്റെ സ്തോത്രം. ആമേൻ. ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. കർത്താവിന്റെ ആമേൻ ദാസനെ ആമേൻ സ്തോത്രം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് ആമേൻ സ്തോത്രം തോന്നുന്നില്ല. എന്നാലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ ആമേൻ സഭയ്ക്ക് പരിചിതനായ ആമേൻ ദൈവദാസനാണ്. ആമേൻ പാസ്റ്റർ ബിജു. ആമേൻ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് രാത്രിയിൽ ദൈവദാസനായിരിക്കുന്നത് നമുക്ക് ശുശ്രൂഷിപ്പാൻ കടന്നു വന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൽ അതിശക്തമായിട്ട് പ്രയോജനപ്പെടുന്ന ദൈവദാസനാണ്. നമുക്ക് കരങ്ങളെ അടിച്ച് പ്രാർത്ഥനയോടെ അവൻ തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യാം. ശുശ്രൂഷയായിട്ട് ദൈവദാസനെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉയർത്തി ദൈവത്തെ സ്തുതിക്കാട്ടെ. കേൾക്കാമോ? കേൾക്കാം. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പ്രിയ മനോജ് പാസ്റ്റർ, ആമേൻ. അതുപോലെ എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയുടെ യാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ആമേൻ. ഉപവാസ പ്രാർത്ഥനയുടെ ആമേൻ 13ാമത്തെ രാത്രി നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് എനിക്ക് ഒരുക്കിയ നല്ല അവസരത്തെ പ്ലാറ്റ്ഫോമിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗ് ഭയങ്കര ബ്ലെസ്സിങ് ആണ് നമുക്ക്. ആമേൻ. ഇത് ഭയങ്കര അനുഗ്രഹമാണ്. ആമേൻ. ചില നിമിഷങ്ങൾ നമ്മൾ ഒരു ദൈവ ശബ്ദത്തിന് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് കാതോർക്കുമ്പോൾ ആമേൻ ഈ മീറ്റിങ്ങുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ബ്ലെസ്സിങ് ആയി മാറും. ആമേൻ. നമ്മൾ ദൂരത്തിലാണെങ്കിലും ആമേൻ നമ്മളെല്ലാം ഇരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിങ്കിലാണ്. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠമാണ്. നമ്മളെല്ലാം ഇരിക്കുന്നത് ആ പാദപീഠത്തിങ്കിലാണ്. ആമേൻ. അതോർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നന്ദി പറയാം. ഇത്തിരി മുഖവരി ഒന്നും ഞാൻ പറയുന്നില്ല. ആമേൻ. വേഗത്തിൽ ആമേൻ ചില തിരുവചനങ്ങൾ ഒന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു, ആശ്രയിക്കുന്നു. ആമേൻ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ തന്നെ വലിയ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ പങ്കിടാം. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ ഇന്ന് രാത്രി എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് ദൈവനാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. പേരെടുത്ത് ദൂതം പ്രവചനങ്ങളൊന്നും പേര് പറഞ്ഞില്ലെങ്കിൽ പോലും വചനം ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തോട് ഭയങ്കരമായിട്ട് ഇടപെടും. നിശ്ചയമാണ്. ആമേൻ. ആശ്വാസമാണ്, വിടുതലാണ്. അതുകൊണ്ട് ഭയങ്കര സമർപ്പണത്തോടെ ഈ രാത്രി ആയിരുന്ന ദൈവശബ്ദം നമ്മളെ ഉണർത്തട്ടെ, നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ. ആമേൻ. ഈ ആമേൻ രാത്രി ആമേൻ അല്പ നിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ഭാഗം ഞാനൊന്ന് വേഗത്തിൽ വായിക്കാം. ആമേൻ. മത്തായിയുടെ സുവിശേഷം
25 മത്തായിയുടെ സുവിശേഷം 25 ആമേൻ, അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് ആമേൻ അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാർ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്ന് യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ആമേൻ, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. അപ്പോ ആമേൻ, ഇന്ന് ആമേൻ ആ ഒരു കുറിവാക്യം ആമേൻ എന്നെ ചിന്തിപ്പിച്ച ആ ഭാഗം ആമേൻ, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ എന്ത് ചെയ്യും? വിചാരകനാക്കി മാറ്റും. ഇന്ന് രാത്രി എൻ്റെ അകത്ത് ദൈവാത്മാവ് തന്ന ഒരു സന്ദേശമാണ്. നമ്മൾ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുമ്പോൾ ആമേൻ അധികത്തിൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവം ആമേൻ വലിയവനാക്കാൻ പോവുകയാണ്. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആമേൻ. ഇന്ന് രാത്രിയിലെ ഒരു ചെറിയ ചിന്ത ആമേൻ വിശ്വസ്തതയെക്കുറിച്ച്. വിശ്വസ്തതയെക്കുറിച്ച് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു കാലഘട്ടം, ആ ഒരു സിറ്റുവേഷൻ ആമേൻ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ദൂത് നമ്മളെ ഒന്ന് ചലിപ്പിക്കട്ടെ. ആമേൻ. വിശ്വസ്തയോടെ നിൽക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക. 2 ഭാഗം വേഗത്തിലൊന്ന് ചിന്തിച്ച് ആമേൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. ആമേൻ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം ആമേൻ യഹോവ നൂന്റെ മകനായ മോശ ശുശ്രൂഷനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾ കൊടുക്കുമെന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നമുക്കറിയാം ആമേൻ, പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചു പോകാം. ആമേൻ. ഇങ്ങനെയാണ് പറഞ്ഞത്. അക്കാലത്ത് ദൈവത്തിന്റെ പ്രത്യേക നിയോഗപ്രകാരം ഒരു മനുഷ്യൻ ജനിക്കുകയാണ്. നമുക്കറിയാം ആമേൻ, ഒരിക്കലും സാധ്യതകൾ ഇല്ലാത്ത സമയത്ത്, ഒരിക്കലും ഒരു ചാൻസും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു മനുഷ്യൻ ജനിക്കുക. ആമേൻ. ആ മനുഷ്യന്റെ പേരാണ് മോശ. നമുക്ക് നന്നായിട്ട് അറിയാം മോശ. ആമേൻ. ഒരു ലേവ്യ കന്യകൻ, ആമേൻ ലേവ്യ പുരുഷൻ ഒരു ലേവ്യ കന്യക പരിഗ്രഹിച്ചു. അങ്ങനെ ആമേൻ ഒരു അഭിഷിക്തൻ അല്ലെങ്കിൽ ഒരു മോശ എഴുന്നേൽക്കുകയാണ്. ദൈവത്തിന്റെ പ്രത്യേക വാഗ്ദത്ത പ്രകാരമാണ് ആമേൻ മോശ ജനിക്കപ്പെടുന്നത്. ആവർത്തന പുസ്തകം അവസാന അധ്യായം അവസാന വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. ആമേൻ. ദൈവവുമായി മുഖാമുഖം കണ്ട് സംസാരിച്ച, അല്ലെങ്കിൽ മുഖാമുഖം ദൈവവുമായി അധികം സമയം ചെലവഴിച്ച, ദൈവവുമായി മുഖാമുഖം കണ്ട് സംസാരിച്ച ഏറ്റവും വലിയ പ്രവാചകൻ, തിരുവചനത്തിന്റെ അകത്ത് ബൈബിൾ ആകമാനം പരിശോധിക്കുമ്പം ആമേൻ ഇതിനകത്ത് എഴുതപ്പെട്ട ഒരു പ്രവാചകനേ ഉള്ളൂ, അത് മോശയാണ്. മോശയെ പോലെ ഒരു പ്രവാചകൻ തിരുവചനത്തിന്റെ അകത്ത് ഇല്ല. ആമേ സ്തോത്രം. അത്ര വലിയ ശക്തമായ ഒരു മനുഷ്യനാണ് മോശ. ആമേ സ്തോത്രം. ആമേൻ. ഈ മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഇത് ഈ വിശ്വസ്തതയെ കുറിച്ച് മറക്കല്ലേ. അല്പത്തിൽ വിശ്വസ്തനായിരിക്കാം, അധികത്തിൽ എന്ത് ചെയ്യും? വിചാരകനാക്കും. അപ്പം ആമേൻ, നമുക്കറിയാം മോശയുടെ കാലഘട്ടത്തിൽ മോശയെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ദൈവ ശബ്ദത്തിലൂടെയാണ്, ഒരു എൻകൗണ്ടറിലൂടെയാണ് ആമേൻ മോശ ആ സാന്നിധ്യം ഏറ്റെടുക്കുന്നത്. 40 വർഷം മിസ്രൈമിന്റെ അടിമത്തത്തിൽ കടന്നു.
അടുത്ത 40 വർഷം ആമേൻ ആമേൻ അടുത്തൊരു തലത്തിലേക്ക് മോശ പോവുകയാണ്. ആ വീട് വിടുകയാണ്. ആമേൻ. ഇത്രോവിന്റെ കുടുംബമായിട്ടുള്ള ബന്ധം. സിപ്പോറ വിവാഹം കഴിക്കുന്നു, 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അങ്ങനെ മറ്റൊരു തലത്തിലേക്ക് ആടുമാടുകളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു മോശയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആമേൻ, സ്തോത്രം. ആ സമയത്താണ് യഹോവയുടെ പർവ്വതമായ ഹോരേബോളം ചെന്ന് ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യം മുൾപടർപ്പിനകത്ത് ഇറങ്ങി. ദൈവശബ്ദം കേട്ട് ആമേൻ ആമേൻ മോശയെ ചില ദൗത്യം സ്വർഗത്തിലെ ദൈവം ഭരമേൽപ്പിക്കുന്നത് നമുക്കറിയാം. ആമേൻ. ആ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ ഇതുപോലൊരു സാന്നിധ്യത്തിനകത്ത് കയറിയ അല്ലെ, ഇതുപോലൊരു സാന്നിധ്യത്തിനകത്ത് കയറിയ വേറൊരു പുരുഷൻ, വേറൊരു മനുഷ്യനില്ല. ആമേൻ. അതുപോലെ സാന്നിധ്യത്തിനകത്ത് കയറിയിരുന്ന ഒരു വ്യക്തിത്വമാണ് മോശ. അതുപോലെ സാന്നിധ്യത്തിനകത്ത് കയറുന്ന ഒരു വ്യക്തിത്വമാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. ആമേൻ ഈ ദൈവശബ്ദം ആമേൻ മോശ കേട്ട് കഴിഞ്ഞ് ആ ഭാഗം കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ആമേൻ നമുക്കറിയാം. ആമേൻ യഹോവയായ ദൈവം ആമേൻ മോശയോട് സംസാരിക്കാൻ വേണ്ടി മോശയെ വിളിക്കുമ്പോ ആമേൻ, സ്തോത്രം. ആമേൻ മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാതി വഴി ഞാൻ ഇങ്ങനെ ഈ സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേഗത്തിൽ പോകുന്നു കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതും കൂടെ. ആമേൻ. പാതി വഴി ആമേൻ ദൈവശബ്ദം കേൾക്കാൻ ആമേൻ, സ്തോത്രം. ആമേൻ കേട്ട് ആമേൻ ഇത് പ്രാപിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ദൈവവുമായി ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ പാതി വഴി കയറി ചെന്ന മോശയോട് യഹോവയായി ദൈവം പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ആമേൻ, നീ വീണ്ടും എന്ത് ചെയ്യണം? ഇറങ്ങിപ്പോണം. അല്ലെ, നീ വീണ്ടും ഇറങ്ങിപ്പോണം. കാരണം എന്തിനിറങ്ങിപ്പോണം? അല്ലെ, പാതി വഴി പർവ്വതത്തിന്റെ മുകളിൽ പാതി വഴി കയറി ചെന്ന മോശയോട് യഹോവയായി ദൈവം പറയാ, കയറി വരാൻ വരട്ടെ, ഒന്നുള്ള നീ ഇറങ്ങിപ്പോണം. ആമേൻ. എന്തിനിറങ്ങിപ്പോണം? ആമേൻ, നീ ചെന്നിട്ട് ജനത്തോട് ഇങ്ങനെ പറയണം, ഒരു കാരണവശാലും ഈ പർവ്വതത്തിന്റെ മുകളിൽ ആരും വരികയോ പർവ്വതത്തെ തൊടുകയോ പക്ഷി മൃഗാദികളാകട്ടെ നമ്മൾ കൊണ്ടുവന്ന ഒന്നും, നമ്മുടെ വശത്തുള്ള ഒന്നും ഈ പർവ്വതത്തെ തൊടുകയോ പർവ്വതത്തിന്റെ അടുക്കൽ അടുക്കുകയോ ചെയ്യരുത്. കാരണം തേജസ് ഇറങ്ങാൻ പോകുകയാണ്, ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോകുകയാണ്, ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആരും എന്ത് ചെയ്യരുത്? പർവ്വതത്തോട് അടുക്കരുത്. അപ്പൊ ഒന്ന് ചിന്തിച്ചോണം, ഒരു മനുഷ്യൻ പോലും ജീവനുള്ള ഒന്നും ഈ പർവ്വതത്തോട് അടുക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന ആ സ്ഥലത്ത് പ്രവേശിക്കാൻ ഒരു മനുഷ്യന് മാത്രമേ അധികാരമുള്ളൂ. അത് മറ്റാർക്കുമല്ല, മോശയ്ക്കാൻ. ഒന്ന് ചിന്തിച്ചോണം. അപ്പോ ഏതെങ്കിലും പക്ഷി മൃഗാദികൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ പർവ്വത്തെ തൊട്ടാൽ, അതിന്റെ അടുക്കൽ ചെന്നാൽ മരണം കൊണ്ടേ അവസാനിക്കത്തുള്ളൂ. അതുകൊണ്ട് ആർക്കും ആ ഭാഗത്തോട് അടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ആമേൻ എത്ര സാന്നിധ്യം ഇറങ്ങിയാലും, ആമേൻ യഹോവയായ ദൈവം ഇറങ്ങി വന്നാലും, ആമേൻ, സ്തോത്രം, ആ സ്ഥാനത്ത് നിൽക്കാനും കയറി ചെല്ലാനും സംസാരിക്കാനും ഒരാൾക്കേ അവകാശമുള്ളൂ. അത് മോശയ്ക്കാം. ഹല്ലേലൂയ. മറ്റാർക്കും ഞാനിത് പറയാനുള്ള കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമുക്ക് ചോദിക്കാം, 20 ലക്ഷം പേർക്ക് മുകളിലുണ്ടേ. ഓർത്തോണം, ഏകദേശം 30 ലക്ഷത്തോളം അടുക്കുന്ന ജനക്കൂട്ടം എന്നാ പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ആമേൻ. ഇത്രയും ജനമുണ്ട്. നമുക്ക് ചോദിക്കാം, ഇനി 20 നമുക്ക് കൂട്ടാം, 20 നിൽക്കട്ടെ, 20 ലക്ഷം ജനമുണ്ട്. നമുക്ക് ചോദിക്കാം, മോശെ നിന്നെ പോലെ തന്നെ, മോശെ അഭിഷിക്തനെ അങ്ങേപ്പോലെ തന്നെ മൂക്കിൽ ശ്വാസമുള്ള, ശരീരമുള്ള, നാഡീ നരമ്പുള്ള, ത്വക്കുകളുള്ള, ആമൻ മാംസപേശികളുള്ള, രക്തമുള്ള, ആമേൻ 20 ലക്ഷം പേരോളം ഈ പാളയത്തിനകത്തുണ്ടല്ലോ. ആമേൻ. ഈ മനുഷ്യർക്ക് ആർക്കും ഇല്ലാത്തൊരു വ്യത്യസ്തമായ കോളിംഗ് എന്ന് പറഞ്ഞാൽ അവരാര് കയറിയാലും തീരും, അവരാര് കയറിയാലും തീരും. ആമേൻ. മോശയെ പോലെ തന്നെയാണ് അവർ. മോശയെ പോലെ സംസാരിക്കുന്നവർ, മോശയെ പോലെ കേൾക്കുന്നവർ, മോശയെ പോലെ ചലിക്കുന്നവർ, ആമേൻ, മോശയെ പോലെ സ്വഭാവമുള്ളവർ, ആമേൻ, മോശയെ പോലെ ജനിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാതാപിതാക്കളുടെ സെയിമ. ആമേൻ. ഒരു വ്യത്യാസവുമില്ല. മോശയും മനുഷ്യനാ, പാളയത്തിൽ കിടക്കുന്ന 20 ലക്ഷവും മനുഷ്യരാ. വ്യത്യാസമില്ല. എല്ലാം മനുഷ്യ കുഞ്ഞുങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ചോദിക്കാം, അവർക്കില്ലാത്ത പ്രത്യേകത മോശ നിനക്ക്? ആമേൻ. ഈ 20 ലക്ഷം പേർക്കും ഇല്ലാത്ത പ്രത്യേകത എന്താ നിനക്ക്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് രാത്രി ഞാൻ ശക്തമായി പറയാം, വിളിയും തിരഞ്ഞെടുപ്പും ഉള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. റമന ഹത്തിയ റബല. ഇന്ന് രാത്രി ഒന്ന് ഉറപ്പിച്ച് അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക കേട്ടോ. അധികത്തിൽ വിചാരകനാക്കി മാറ്റുന്ന
സ്വർഗത്തിൽ ഒരു അപ്പനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇന്ന് രാത്രി ഏത് സാഹചര്യത്തിനകത്താണെങ്കിലും ശരി, അവൻ കോളിംഗ് ഉണ്ടെങ്കിൽ, സമർപ്പണമുണ്ടെങ്കിൽ, 20 ലക്ഷം പേർക്കുമില്ലാത്ത അഭിഷേകം നിന്റെ മേലിട്ട്, 20 ലക്ഷം പേർക്കുമില്ലാത്ത വിളി, ആ കോളിംഗ് നിന്റെ മേൽ പകർന്ന് ഒരത്ഭുതമാക്കി മാറ്റുവാൻ, എന്നെയും നിങ്ങളെയും ഒരത്ഭുതമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ആമേൻ. റമന ഹത്യ റബല ഷിയാന്തര ഹൽക്കര. അപ്പൊ ആർക്കുമില്ലാത്ത, ആമേൻ, എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ ചിന്തിപ്പിച്ച കാര്യമാണ്. ഒരു മനുഷ്യൻ പോലും കയറി വരുമെന്ന് പറഞ്ഞു. കയറി ചെന്ന മോശയോട് യഹോവയായ ദൈവം, നീ ഇറങ്ങിപ്പോട്ട് ഒന്നുകൂടെ പറ, ഞാൻ ഇറങ്ങി വരാൻ പോകുകയാ. അപ്പൊ ആദ്യം പറഞ്ഞിട്ട് കയറിയ മോശ വീണ്ടും ഒന്നുകൂടെ ഇറങ്ങിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കടക്കരുത്, വരരുത്, വരരുത്, അകലം വിട്ട് മാറി നിന്നോണം, ഇത് ഞാനും ദൈവവും മാത്രമുള്ള ബന്ധമാണ്. ആമേൻ. യഹോവയായ ദൈവം എന്നോട് സംസാരിപ്പാൻ പോയ കണ്ടോ. അപ്പം ഇത്രമാത്രം തേജസ് ഇറങ്ങി നിൽക്കുന്ന ഇടത്തിൽ ഒരു മനുഷ്യൻ കയറി നിൽക്കാൻ പോവാ. ആമേൻ. വേറെ ആർക്കും അവിടെ അവകാശമില്ല, വേറെ ആർക്കും അവിടെ അധികാരമില്ല. ആമൻ. ഇതുപോലെ ആമൻ കോളിങ്ങുള്ള, വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ദൈവമകനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, ആമേൻ, കയറി നിൽക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ തേജസ്സിനകത്ത് എന്ത് ചെയ്യാം? തേജസ്സിനകത്ത് കയറി നിൽക്കുക. ഈ ആമേൻ, അവിടെ നമുക്ക് വേഗത്തിൽ നിന്ന് പോകാം. ആമേൻ. തേജസ്സിനകത്ത് കയറി നിൽക്കുക. അപ്പൊ ശരിക്കും മോശ ഇറങ്ങി വന്നത്, പ്രാപിച്ചോണ്ടല്ലേ? മോശ ഇറങ്ങി വന്നത് പ്രാപിച്ചോണ്ടാ. അതാ പറഞ്ഞ. ശരിക്കും മൂടുപടം ഇട്ടെന്നാ പറഞ്ഞു മോശ, അല്ലേ? മൂടുപടം ഇട്ട്. കാരണം ആ മുഖതേജസ് അല്ലെ, ആ മുഖ തേജസ്, ആമേൻ, ആ തേജസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അതുപോലെ ആ സാന്നിധ്യം അടിച്ചപ്പം തേജസ് കൊണ്ട് ഈ മനുഷ്യൻ നിറയുക, തേജസ് കൊണ്ട് നിറയുക. ഗ്ലോറി, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇത്രയും സാന്നിധ്യം ചുമക്കുന്ന എന്ന് പറഞ്ഞാൽ, ആമേൻ, ഇതുപോലെ ദൈവമായിട്ട് കണ്ടിറങ്ങി വന്ന ഒരു മനുഷ്യൻ. ആമേൻ. അല്പം ഒരു ടൈം അങ്ങോട്ട് കഴിഞ്ഞപ്പം, അല്ലെ, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അടുത്ത ആമേൻ ഒരു ടൈം കഴിഞ്ഞപ്പം, ആമേൻ, സ്തോത്രം, നമുക്കറിയാം, ആമേൻ, ജനത്തെ കൊണ്ടുപോവുകയാണ്. ആമേൻ. ഇതിനകത്ത്, ആമേൻ, ഈ പഴയ നിയമ ഭാഗത്തിനകത്ത് ആമേൻ യോശുവോട് പറയുന്നൊരു വാക്യം ഭയങ്കര കാതലുള്ളൊരു വാക്യമുണ്ട്. അതൊക്കെ പെട്ടെന്ന് ടച്ച് ചെയ്ത് പോവാം. ആമേൻ. അല്പസമയം കഴിഞ്ഞപ്പോ, ആമേൻ, യഹോവയായ ദൈവം ജനത്തെ നടത്തുക കേട്ടോ. യഹോവയായ ദൈവം ജനത്തെ നടത്തിക്കൊണ്ടു പോവാ, അല്ലെ? ആമേൻ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി തൂണ്, അല്ലെ? അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല, അവരുടെ വസ്ത്രങ്ങൾ പഴകിയതായിട്ട് അങ്ങനെ ഇല്ല. ആമേൻ. അവര് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. അവരെ അതുപോലെ സ്വർഗത്തിലെ ദൈവം കൊണ്ട് നടക്കുക. കഴുകൻ തന്റെ ചിറകിന് മീതെ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ എന്ത് ചെയ്യാം? ആമേൻ, അവരെ കൊണ്ടുപോവുക. ആമേൻ. ആ സമയത്താണ്, ആമേൻ, ഇവർക്ക് വെള്ളം വേണമല്ലോ. ആമേൻ. വെള്ളം വേണം. അപ്പം ആമേൻ, മോശ പറഞ്ഞു ഇവർക്ക് കുടിക്കാൻ വെള്ളം ആവശ്യം. അപ്പോ ആമേൻ, ദൈവത്തോട് ചോദിച്ചപ്പോൾ, ആമേൻ, യഹോവയായ ദൈവം പറഞ്ഞ ഒറ്റ കാര്യം, നീ പാറയോട് എന്ത് ചെയ്യാ? പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. നീ പാറയോട് കൽപ്പിക്കാന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒറ്റ മിസ്റ്റേക്കേ മോശയ്ക്ക് വന്നുള്ളൂ. ഒറ്റ ഒരു മിസ്റ്റേക്ക്. ആമേൻ. പാറയോട് കൽപ്പിക്ക എന്ന്, ആമേൻ, യഹോവയായ ദൈവം പറഞ്ഞപ്പോൾ, ഇങ്ങനെയാണ് മോശ, ആമേൻ, പാറയോട് കൽപ്പിക്കാതെ തന്റെ കയ്യിലുള്ള വടിയെടുത്ത് എന്ത് ചെയ്തു? പാറക്കിട്ട് അടിച്ചു, അല്ലെ? പാറക്കിട്ട് തട്ടി. ആമേൻ. ആ ഒരൊറ്റ, ശരിക്കും പ്രിയരെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഞാനും ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ ചിന്തിച്ചപ്പോ, ഒന്ന് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പം ഒന്ന് തല്ലിയെന്നുള്ള തെറ്റല്ലേ ചെയ്തുള്ളൂ, അല്ലെ? ഒന്ന് തട്ടി പാറക്കിട്ടൊന്ന് അടിച്ചു. ആ ഒരു തെറ്റല്ലേ ഈ മനുഷ്യൻ ചെയ്തുള്ളൂ. അങ്ങനെ വേണം നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാം, അല്ലെ? അല്ല, നിസ്സാരമായി തള്ളിക്കളയാനുള്ള വിഷയമല്ലത്. നിസ്സാരമായി തള്ളിക്കളയുന്ന വിഷയമല്ല. ആമേൻ. യഹോവയായ ദൈവം പറഞ്ഞ് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ, ആമേൻ, മോശ വ്യക്തമായിട്ടും പാറയോട് കൽപ്പിക്കുക മാത്രം ചെയ്താൽ മതിയായിരുന്നു. കാരണം
ആമേൻ, ആമേൻ, ഇതുപോലെ അത്ഭുതം ചെയ്ത, അല്ലെ, ഇതുപോലെ അത്ഭുതം ചെയ്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത്രയും ജനത്തെ മരുഭൂമിയിൽ പോഷിപ്പിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഇത്രയും ജനത്തെ ഒരു മനുഷ്യനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ആമേൻ. ഇത്രയും ജനത്തെ, ഈ 20 ലക്ഷം പേരിൽ മുകളിൽ വരുന്ന ജനത്തിന് കാലത്തും വൈകിട്ടും ഭക്ഷണം കൊടുത്ത്, ആമേൻ, വെയിലടിക്കാതെ, അല്ലെ, മഞ്ഞ് കൊള്ളാതെ ഇതുങ്ങളെ അതുപോലെ കൊണ്ടു നടക്കുന്ന ഇതുപോലെ അത്ഭുത മന്ത്രിയായ ഒരു ദൈവം. ആമേൻ. ഈ ദൈവം ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആ വാക്ക് അംഗീകരിക്കാതെ അതിനെ മറുതലിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം, അനുസരണക്കേട്. ഒറ്റ വാക്കിൽ പറയാം, അനുസരണക്കേട്. യഹോവയായ ദൈവം ഇങ്ങനെയാ ചിന്തിക്കുന്നത്, ഇങ്ങനെയാ യഹോവ ചെയ്തത്. എന്റെ വാക്കിനെ അവൻ അംഗീകരിച്ചില്ലല്ലോ. കണ്ടോ, ഒറ്റ തെറ്റേ ചെയ്തുള്ളൂ, ഒറ്റ തെറ്റേ ചെയ്തുള്ളൂ. എന്റെ വാക്കിനെ അവൻ മറുതലിച്ചല്ലോ, എന്റെ വാക്കിനെ അവൻ അംഗീകരിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞത് അവൻ അനുസരിച്ചില്ലല്ലോ. ആ ഒറ്റ കണ്ടീഷൻ ഇന്ന് രാത്രി ഞാൻ ശക്തമായി പറയാം. അവിടെ ഞാൻ കുറിവാക്യത്തിലെ ആ വാക്യം പറഞ്ഞു. ആമേൻ. കർത്താവ് നമ്മളെ വലിയവരാക്കും. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവശബ്ദം ആമേൻ കേൾക്കുന്ന ഓരോ മക്കളോടും ശരിക്കും ഞാൻ പലയിടത്തും ഞാൻ മെസ്സേജ് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ആദ്യം ഈ ദൂത് എന്നോടാ, അതിനുശേഷമേ നിങ്ങൾക്കുള്ളൂ. ആമേൻ. ആദ്യം ഈ ദൂതുകൾ മുഴുവൻ എന്നോടാ, അതിനുശേഷം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കാരണം വചനം ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ആമേൻ. ഒരഭിഷിക്തൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു കൊള്ളണം, ഈ വചനം ആദ്യം പ്രസംഗിക്കുന്നവൻ ഏറ്റെടുത്തിട്ട് വേണം ജനത്തിനത് വിട്ടുകൊടുക്കാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനടക്കം, നമ്മളടക്കം ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണവും വിശ്വസ്തതയും ഉള്ളവരായി ഇരിക്കാമെങ്കിൽ നിശ്ചയം അടുത്തൊരു തലം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഓപ്പൺ ആക്കും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് രാത്രി അടുത്തൊരു തലം വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? അതാണ് ഇന്നത്തെ ചോദ്യം. എത്ര പേർ ആഗ്രഹിക്കുന്നു? എത്ര പേർ ആഗ്രഹിക്കുന്നു? ആമേൻ. റമന ഹദിയ. ഈ വഴി, ആമേൻ, ആമേൻ, ഈ എന്താ പറഞ്ഞേ, ശുശ്രൂഷകളും അനുഗ്രഹങ്ങളും നന്മകളും ഇതെല്ലാം, പ്രിയരെ, ഇതെല്ലാം ഇരിക്കുന്നത് ശരിക്കു പറഞ്ഞ നമ്മളിലാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുക, നമ്മളിലായിരിക്കുന്നേ, നമ്മളിലായിരിക്കുന്നേ. ആമേൻ. ഈ ആമേൻ, ഇത്രയും നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇത്രയും ഈ ഒരു ഘട്ടത്തിൽ ജനിക്കപ്പെട്ടൊരു മോശ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറഞ്ഞേ, മോശ ഒരിക്കലും എന്താ പറഞ്ഞേ, ഫറവോന്റെ കൊട്ടാരത്തിലുള്ള ഓർഡറാ, നിന്നെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല. അതാ ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള ഓർഡറാണ്, നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതേ കൊട്ടാരത്തിൽ ഈ മനുഷ്യൻ വളർന്നു. ആണേ, അതേ കൊട്ടാരത്തിൽ ഈ മനുഷ്യനെ വളർത്തി. ആമേൻ. അത് മാത്രമല്ല, ഓർത്തോണം, 40 വർഷം കൊട്ടാരത്തിലുണ്ട്. അപ്പം ആമേൻ, എബ്രായ ബാലനാന്ന് അറിഞ്ഞിട്ടും ഫറവോന്റെ പുത്രിയുടെ മോൻ എന്ന വിളിപ്പേര് വന്നു. ആമേൻ. മോശ കഴിച്ച ഭക്ഷണം മിസ്രൈമിലെ കൂടാരത്തിലെ ഭക്ഷണമല്ല, കൊട്ടാരത്തിലെ ഭക്ഷണമാണ് കഴിച്ചത്. ആമേൻ. മോശ കിട്ടിയ ജ്ഞാനം മിസ്രൈമിലെ കൂടാരത്തിലെ ജ്ഞാനമല്ല, കൊട്ടാരത്തിന് കിട്ടിയ ജ്ഞാനവും അഭ്യാസ മുറകളുമാണ്. അപ്പൊ ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ, ആമേൻ, ദൈവം ഒരാളെ കരുതാനും വളർത്താനും ദൈവം ആഗ്രഹിച്ചാൽ നമ്മൾ ചിന്തിക്കലും അപ്പുറമായി ദൈവിക കരുതലുകൾ വെളിപ്പെടും. ഇന്ന് രാത്രി മറക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരുതലുകൾ അതുപോലെ വെളിപ്പെടും. ആമേൻ. സ്തോത്രം. അപ്പൊ അങ്ങനെയുള്ള മോശ, അല്ലെ, അങ്ങനെയുള്ള മോശ. അപ്പൊ മോശ, ആമേൻ, ആമേൻ, ഒരു മിസ്റ്റേക്ക് മോശയുടെ ജീവിതത്തിൽ, ഒറ്റ മിസ്റ്റേക്ക് മോശയുടെ ജീവിതത്തിൽ വന്നപ്പോ, ആമേൻ, യഹോവയായ ദൈവം പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത്, നീ അത് കണ്ടോ? ആമേൻ. അത് വാഗ്ദത്ത ദേശമാണ്.
അത് വാഗ്ദത്ത അത് വാഗ്ദത്ത ദേശമാണ്. ആമേൻ, ആമേൻ. ഈ ജനം പോകാൻ പോകുന്നത് ആ വാഗ്ദത്തത്തിലേക്കാണ്. കണ്ടോ, ഈ ജനം പോകാൻ പോകുന്നത് ആ വാഗ്ദത്ത ദേശം. ഈ ജനത്തെ വിടാൻ പോകുന്നത് ആ വാഗ്ദത്ത ദേശത്തെ. ആ ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാമോ? പാലും തേനും ഒഴുകുന്ന ദേശം. ഞാൻ അബ്രഹാമിനോട് അരുളി ചെയ്ത എന്റെ തലമുറയെ അനുഗ്രഹിച്ച് ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് വാഗ്ദത്തം പറഞ്ഞ ദേശമാണ് ആ കാണുന്നത്. അവിടേക്ക് ഞാൻ ജനറേഷനെ എത്തിക്കാൻ പോകുകയാണ്. എന്നിട്ട് മോശയോട് പറയാം, നീ അത് കണ്ടോ, ഇവിടെ കൊണ്ട് എത്തിക്കാൻ. നീ ഇതിനപ്പുറത്തോട്ടില്ല, ഇവിടെ എത്തിക്കാൻ. അത് ചൂണ്ടിക്കാണിച്ചിട്ട് ആമേൻ മോശയുടെ ലൈഫ് അവിടെ എൻഡിങ്, അവിടെ കൊണ്ട് അവസാനിക്കുക. ഞാൻ ഇങ്ങനെ പറയാം, ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ച്, നമുക്കൊന്ന് ചിന്തിക്കാം. ആമേൻ. അതാ ഞാൻ പറഞ്ഞ ആവർത്തന പുസ്തകം അവസാന വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവവുമായി മുഖാമുഖം സംസാരിച്ച ഏറ്റവും വലിയ പ്രവാചകൻ ആരാ? മോശയാ. ആമേൻ. 40 ദിവസം ആമേൻ പർവ്വത മുകളിൽ ഒരുമിച്ച് ചെലവഴിച്ച ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അതും മോശയാ. തേജസ്സിന്റെ അകത്ത് കയറിയിരുന്ന ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മോശയാ. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നപ്പം അത് ശരീരത്തിൽ അടിച്ചിട്ട് മുഖം അതുപോലെ തേജസ് കൊണ്ട് വെട്ടിത്തിളങ്ങിയ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അതും മോശയാണ്. ആമേൻ. അതിനപ്പുറത്തോട്ട് വേറെ ആരുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച്, ആമേൻ, ആ അധ്യായം അവിടെ അവസാനിക്കുമ്പോൾ ഒരു മനുഷ്യനെ ദൈവാത്മാവ് അവിടെ എഴുന്നേൽപ്പിക്കുക. ഒരു സാധാരണ ഒരു മനുഷ്യൻ, ആമേൻ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുക. ആ മനുഷ്യന്റെ പേരിനെന്നറിയാമോ? ആ മനുഷ്യന്റെ പേരാ യോശുവ. ആമേൻ. ഒരു സാധാരണക്കാരൻ, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. ഒരു സാധാരണക്കാരൻ മനുഷ്യൻ എഴുന്നേൽപ്പിക്കുക, ആ മനുഷ്യന്റെ പേരാ യോശുവ. ആമേൻ. യോശുവയെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നൂന്റെ മകനായ യോശുവയെ ദൈവം വിളിക്കുമ്പോൾ, ആമേൻ, യോശുവയോട് ഇങ്ങനെയാ പറഞ്ഞേ, ആമേൻ, സ്തോത്രം, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കാം. കണ്ടോ, പറയുന്ന വാക്ക് കേട്ടോണം. അന്നേരവും യഹോവയായ ദൈവം പറയുന്ന വാക്ക് കേട്ടോണം. നിന്റെ കൂടെ ഇരിക്കാം. എങ്ങനെ ഇരിക്കാമെന്നറിയാമോ? ഞാൻ കണ്ടത് മോശയെയാ, ഞാൻ വിളിച്ചത് മോശയെയാ. ആമേൻ. മോശ എനിക്ക് വലിയവൻ തന്നെയാണ്. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ എന്ത് ചെയ്യാം? നിന്റെ കൂട്ടത്തിൽ ഇരിക്കാം. ആമേൻ. ഒറ്റ കാര്യം, ആമേൻ, അവിടെ പറഞ്ഞൊരു കാര്യം ഇതാ, ആമേൻ, ഈ ന്യായപ്രമാണം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആമേൻ. ഇന്ന് രാത്രി ഈ ദൂത് ആർക്ക് വേണം പ്രിയരെ? ഇന്ന് രാത്രി ഈ ദൂത് ആർക്ക് വേണം? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ച്, നമുക്കൊന്നിച്ച് ഇങ്ങനെ ചിന്തിക്കാം. ഈ ദിവസം എന്നെ ചിന്തിപ്പിച്ച ദൂതുകൾ ഞാൻ കൈമാറുക. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ആമേൻ. ആമേൻ, മോശയെ വിളിച്ചപ്പോ മോശ പറഞ്ഞ കാര്യം ഇതാ, ആമേൻ, എന്റെ കുലത്തിലുമൊക്കെ ഞാൻ ചെറുതാ. ഒന്നാമത് എനിക്ക് വാക്സാമർത്ഥ്യം ഇല്ല, എനിക്കുള്ള ശക്തി ഒന്നുമില്ല. എന്നെ വിട്ടുകള കർത്താവേ, അല്ലെ, എന്റെ ദൈവം എന്നെ വിട്ടുകള, എനിക്ക് ഈ ജനത്തെ കൊണ്ടുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ആമേ, സ്തോത്രം എന്ന് പറഞ്ഞ് താണു വീണ് പറഞ്ഞു നിൽക്കുന്ന ഒരു മോശയെ നമുക്ക് കാണാൻ പറ്റും. ആമേ, സ്തോത്രം, ആമേൻ. ആ മോശയാണ് യഹോവയായ ദൈവം, ആമേൻ, അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുന്നത്. ഇവിടെ കണ്ടോ, ആമേൻ, യോശുവയെ വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ. ആമേൻ. നമുക്ക് ചോദിക്കാം, അഭിഷിക്ത മോശെ, യോശുവയെ, ആമേൻ, 40 ദിവസം തേജസ്സിനകത്ത് കയറിയിരുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആമേൻ. നമുക്ക് ചോദിക്കാം, യോശുവയെ, ആമേൻ, 40 ദിവസം, ആമേൻ, മോശ 40 ദിവസം പർവ്വതത്തിൽ കയറിയിരുന്നു, ആമേൻ, തേജസ്സിനകത്ത് കയറിയിരുന്നു, പ്രാപിച്ചു. യോശുവയോട് ചോദിക്കാം, അങ്ങനെ ദൈവവുമായി മുഖാമുഖം കണ്ട വല്ല സന്ദർഭങ്ങളും ഉണ്ടോ? ആമേൻ. അങ്ങനെ സമയം ചെലവഴിച്ച വല്ല സന്ദർഭങ്ങളും ഉണ്ടോ? ആമേൻ, സ്തോത്രം. യോശുവ പറയും, എനിക്കങ്ങനെ പറയത്തക്കായ പാരമ്പര്യങ്ങളൊന്നും ഇല്ല. ആമേൻ. എനിക്കങ്ങനെ പറയത്തക്കായ പാരമ്പര്യമൊന്നും എനിക്ക് പറയാനില്ല.
ആമേൻ. ഞാൻ ആ തേജസ്സിനകത്ത് കയറിയവനല്ല, കയറിയത് മോശയാ. ആമേൻ. 40 ദിവസം യഹോവയായി ദൈവവുമായിട്ട് ഇരുന്നത് മോശയാ. കൽപ്പലകയും കൊണ്ടുവന്നത്, ന്യായപ്രമാണം കൊണ്ടുവന്നത് മോശയാ. എനിക്ക് 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 ആ ജ്ഞാനമോ പരിജ്ഞാനമോ ആമേൻ എനിക്ക് അങ്ങനെയുള്ള പ്രാക്ടീസോ അങ്ങനെ ഇരുന്നുള്ള അനുഭവങ്ങൾ ഒന്നുമില്ല. ആമേൻ. പിന്നെ നമുക്ക് ചോദിക്കാം, പിന്നെ എങ്ങനെ താൻ അഭിഷിക്ത അങ്ങ് എങ്ങനെ ആ വാഗ്ദത്ത ദേശത്ത് കയറി? ഹലോ, അമേൻ. അഭിഷിക്ത അങ്ങ് എങ്ങനെ ആ വാഗ്ദത്ത ദേശത്തിനകത്ത് ഈ 20 ലക്ഷം പേർ പോന്ന ജനത്തെ എങ്ങനെ അങ്ങ് ആ വാഗ്ദത്തത്തിൽ കൊണ്ടെത്തിച്ചു? ഇത്രയും പേർ ഇറങ്ങിയല്ലോ, കാലേബ് യോശുവയും മാത്രം അവിടെ കയറിയുള്ളൂ എന്ന് വചനം പറയുന്നു. ആമേ, സ്തോത്രം. ആമേൻ. ഇറങ്ങിയതിൽ കയറിയത് യോശുവ മാത്രമേ ഉള്ളൂ, കാലേബേ ഉള്ളൂ. നമുക്ക് ചോദിക്കാം, എങ്ങനെ യോശുവയെ, എങ്ങനെ ഈ ജനത്തെ അങ്ങ് എത്തിച്ചു? ആമേ, സ്തോത്രം. ആമേൻ. യോശുവയ്ക്ക് പറയാൻ ഒരാലോചന ഉണ്ട്. എന്നാണെന്നറിയാമോ? ഇറങ്ങാൻ നേരത്ത് യഹോവയായ ദൈവം എന്നോട് പറഞ്ഞൊരു ആലോചനയുണ്ട്. എന്നതാണെന്നറിയാമോ ആലോചന? ആമേൻ. എന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആമേൻ. എന്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, ആരും സപ്പോർട്ട് ഇല്ലെങ്കിലും എന്നെ കേൾക്കുന്ന അഭിഷിക്ത, എന്നെ കേൾക്കുന്ന അഭിഷിക്തെ, ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആരും നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിലും ഈ വചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറാതിരുന്നാൽ ഇന്ന് രാത്രി നിന്റെ നേരെ നിവർന്നു നിൽക്കാൻ ഈ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല എന്നുള്ള ഈ ഒരു ആത്മീയ മർമ്മം ഈ രാത്രി മറന്നു പോകരുത്. മറന്നു പോകരുത്. ലമന ഹത്തിയ റബല ഷിയാംദര ഹൽക്കര. ഹല്ലേലൂയ. യോശുവ ആ വാഗ്ദത്തം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ വിശ്വസ്തനായിരുന്നു, അല്ലേ? വിശ്വസ്തനായിരുന്നു. ഓ, ഉടമന ഹത്തിയ റബല ഷിയാംദര ഹൽക്കരലബ. ഇന്ന് രാത്രി വിശ്വസ്തതയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി വിശ്വസ്തതയ്ക്ക് വേണ്ടി ഞാൻ പറയാം, എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വലിയ പേരും പ്രശസ്തി ഒന്നും കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയോ ഇങ്ങനെ ഓർത്തോണം, ആരും അറിഞ്ഞില്ലെങ്കിലും ലോകം അറിഞ്ഞില്ലെങ്കിലും മറക്കരുത്, നമ്മളെ അറിയുന്ന ഒരു കർത്താവ് ഉണ്ടാവും. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ അറിയുന്ന ഒരു കർത്താവ് ഉണ്ടാകണം. ഉടലബ ഷിയാംദര ഹൽക്കരലബ. പ്രിയരേ, ലോകം അറിഞ്ഞിട്ടും കർത്താവ് അറിഞ്ഞില്ല എങ്കിൽ, ലോകത്തിനറിയാം പക്ഷെ കർത്താവിന് പരിചയമില്ലെങ്കിൽ ഇന്ന് രാത്രി ഓട്ടം വൃഥാവ കേട്ടോ. ഓട്ടം വൃഥാവ. റബല ഷിയാംദര ഹൽക്കര. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു കാര്യം പറയാം. ആമേൻ. ഇന്ന് ആമേൻ ഈ സൂമില് ആമേൻ 38 പേര് ജോയിൻ ഉണ്ട്. 38 പേര് ഇരിപ്പുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 38 പേരല്ല, 38 കുടുംബങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ജോയിൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. നിങ്ങളെ ആരെയും അളക്കാനുള്ള അളവുകോൽ എന്റെ കയ്യിൽ സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ആമേൻ. റമ ഹത്യ റബല. ദൂത് മനസ്സിലാകുന്നെങ്കിൽ സ്തോത്രം. ശബര ഹൽ കരല കമാന ഹദിയ. ദൂതുകൾ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എനിക്കറിയാം, എന്നെക്കാൾ ശക്തിയുള്ളവരും, എന്നെക്കാൾ വചനം അറിയാവുന്നവരും, എന്നെക്കാൾ ഉപരി ശുശ്രൂഷിക്കുന്നവരും, എന്നെക്കാൾ ഉപരി ശുശ്രൂഷകർ ഉള്ളവരും ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. ഇതിനകത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നെക്കാൾ അധികം വചനം ധ്യാനിക്കുന്നവരും എന്നെക്കാൾ അധികം പ്രാർത്ഥിക്കുന്നവരും ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്.
ആമേൻ, സ്തോത്രം. ഞാൻ ശക്തമായി പറയാം, ആമേൻ, ആമേൻ. ആർക്കും ആരെയും അറിയത്തില്ലെങ്കിലും ഇന്ന് രാത്രി വിശ്വസിച്ചോണം, എന്നെയും നിങ്ങളെയും അറിയുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നമ്മുടെ ഇടയിലുണ്ട്. മറന്നു പോകരുത്. ആമേൻ. നമ്മളെ അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. വിശ്വസിച്ചോ, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അപ്പോ ഇന്ന് രാത്രിയിൽ നമുക്കുള്ള ദൂത് എന്നാണെന്നറിയാമോ? വിശ്വസ്തനായിരിക്കുക. എന്തേ വിശ്വസ്തനായിരിക്കുക. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരിക്കുക. വിശ്വസ്തതയില്ലെങ്കിൽ പോയി സകലതും താറുമാറാകും. ഇന്ന് രാത്രി പേരെടുത്തൊന്നും ഞാൻ പ്രവചിക്കുന്നില്ല, കാരണം ഈ ദൂത് ഇങ്ങനെ ഞാൻ പ്രസംഗിച്ചെന്ന് പോവുക. നിങ്ങൾക്കുള്ള ദൂത് ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്കുള്ള ദൂതുണ്ട്, നിങ്ങൾക്കുള്ള ദൂതുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്ത് പെറുക്കാനുണ്ട്. വിശ്വസ്തരായിരിക്കുക. നമുക്കറിയാം, വീണ്ടും നമുക്ക് പെട്ടെന്ന് യോശുവയിലേക്ക് വരാം. ഞാൻ വേറൊരു ഭാഗവും കൂടെ ചിന്തിക്കുന്നു വിചാരിച്ച വന്ന, പക്ഷേ സമയം കിട്ടുന്നില്ല. ആമേൻ, ആമേൻ. യോശുവയിലേക്ക് തന്നെ നമുക്കൊന്ന് വരാം. നമുക്ക് നോക്കാം. ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. പർവ്വതത്തിലേക്ക് കയറിപ്പോയ ഒരു മോശ അല്ലെ? ആമേൻ. ദൈവ സാന്നിധ്യം ഏറ്റെടുക്കാൻ വേണ്ടി ആമേൻ, ആമേൻ. പർവ്വത മുകളിലേക്ക് ആര് കയറിപ്പോയിരിക്കുക? മോശ കയറിപ്പോയിരിക്കുക. ആമേൻ, ആമേൻ. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. പാളയത്തിൽ ഭയങ്കര പ്രശ്നം. ആമേൻ. അവരിങ്ങനെ പറയുന്നു, ആമേൻ, കേറിപ്പോയ പാസ്റ്ററെ കാണുന്നില്ല അല്ലെ? ആമേൻ. കേറിപ്പോയ പാസ്റ്ററെ, അഭിഷിക്തനെ കാണുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, ഒരു വിവരവുമില്ല. ഇത് എവിടെ പോയെന്നറിയത്തില്ല. സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ. എന്തൊക്കെയോ ആമേൻ പർവ്വത മുകളിൽ നടക്കുന്നുള്ള കാര്യം അറിയാം. ഒച്ചയമ്പകളൊക്കെ കേൾക്കുന്നുണ്ട്, സാന്നിധ്യം ഇറങ്ങി നിൽപ്പുണ്ട്. ഇത് മാത്രം അറിയാം. പക്ഷെ പോയ ആളെ 40 ദിവസമായിട്ടും എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ആമേൻ. പാളയത്തിനകത്ത് പ്രശ്നം ഗുരുതരമായി. ആമേൻ. പാളയത്തിനകത്ത് സംഘം അങ്ങ് ചേർന്നു. ഈ സംഘം പറയുക, പോയ ആളെ കാണുന്നില്ല. അതുകൊണ്ട് ആരാധിക്കാനായിട്ട് ഒരു ദൈവം എവിടെ വേണം? കണ്ടോ? ആരാധിക്കാൻ ഒരു ദൈവം പാളയത്തിനകത്ത് വേണം. കാരണം പോയ ആളെ കാണുന്നില്ല. നിങ്ങൾ നോക്കിക്കേ. ആമേൻ, ആമേൻ. ഈ 20 ലക്ഷം ജനവും താഴെ കിടന്ന് പാളയത്തിൽ കിടന്ന് ബഹളം വെക്കുമ്പോ, ആമേൻ, ഈ 20 ലക്ഷത്തിന്റെ കൂട്ടത്തിൽ കൂടാതെ ഒരാള് മാറി നിൽക്കുക. അതിന്റെ പേരാണ് വിശ്വസ്തത. ആമേൻ, സ്തോത്രം. ആമേൻ. ഈ പാളയത്തിൽ ഈ ബഹളം നടക്കുമ്പോ, ആമേൻ, ഇതിനകത്തൊന്നും പെടാതെ ഒരു മാറി നിൽക്കുക. ആമേൻ. അതാരാ? യോശുവയ. കാരണം ഈ പർവ്വതത്തിൽ ഒരു മനുഷ്യൻ കയറുകയോ ആടുമാടുകളോ കന്നുകാലികളോ പക്ഷിമൃഗാദികളോ ഇതേ തൊടാതെ വണ്ണം പർവ്വതത്തിൽ ഒരാൾ കാവൽ നിൽക്കുക. ഈ കാവൽ നിൽക്കുന്ന യോശുവയ്ക്ക് ഒരു കാര്യം അറിയാം. കേറിപ്പോയ അഭിഷിക്തൻ ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി വരും. 40 ദിവസമായിട്ടും ഉറങ്ങാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ, ആമേൻ, പർവ്വതത്തിന് താഴെ കേറിപ്പോയ ഒരു അഭിഷിക്തനെ നോക്കി പർവ്വതത്തിന് താഴെ, ആമേൻ, ഉറ്റുനോക്കി നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, അവന്റെ പേരാ യോശുവ. ഇന്ന് രാത്രി ഞാൻ ശക്തമായി പറയാം, വിശ്വസ്തയോടെ നിൽക്കാമോ? അടുത്ത അഭിഷേകത്തിന്റെ പുതപ്പ് നമ്മുടെ മേൽ ഇടുവാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറാ. ആമേൻ. റബല ഷിയാന്തര ഹൽക്കര. ഞാൻ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഞാൻ പ്രവചിക്കുന്നതെന്നറിയാമോ? അവൻ വിശ്വസ്തരെന്ന് കണ്ട പലതും അവിശ്വസ്തത കാണിച്ച് മാറിപ്പോകുമ്പോൾ, ഇന്ന് രാത്രി നീ വിശ്വസ്തനാണ്, ഞാൻ വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ മുമ്പിലൊന്ന് തെളിയിക്കാൻ തയ്യാറായാൽ ആ അഭിഷേകത്തിന്റെ കരം നമ്മുടെ മേൽ തന്നെ ചലിക്കപ്പെടും. ഉടമന ഹത്തിയ റബല ഷിയാന്തര ഹൽക്കരല കമാന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒന്ന് കൊതിച്ചാൽ മാത്രം മതി. ഇന്ന് രാത്രി ഒന്ന് കൊതിച്ചാൽ മാത്രം മതി. ദൈവമേ, എന്നെ ഒന്ന് വിശ്വസ്തനാക്കണമേ, അല്ലെ? എന്നെ ഒന്ന് വിശ്വസ്തനാക്കണമേ. ഓ റബല ഷിയാന്തര ഹൽക്കര. എന്നെ ഒന്ന് വിശ്വസ്തനാക്കണമേ. ഇന്ന് പലരും അവിശ്വസ്തത കാണിച്ച് മാറിപ്പോകട്ടോ. ആമേ. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും പലരും ആ റൂട്ട് വിട്ട് പലരും തെറ്റി മാറിപ്പോകുകയാണ്. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ആവശ്യം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. വിശ്വസ്തയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ. ആമേൻ. യോശുവ വിശ്വസ്തനായി ദൈവത്തിന്റെ സന്നിധിയിൽ. ആമേൻ. നിങ്ങൾ വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ ദൂതൊന്നും ചിന്തിച്ച പെട്ടെന്ന്
വിശ്വസ്തനായിരുന്നു. ആമേൻ. ഈ എന്താ പറയുന്നേ, ഇത്രയും പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ, അല്ലെ? അല്ലെങ്കിൽ ഞാൻ മോശയെ തള്ളി പറഞ്ഞതല്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ആമേ, സ്തോത്രം. മോശയെ പോലൊരു പ്രവാചകനില്ല. പക്ഷേ അണുവിട മാറാതെ ആമേൻ തന്റെ ശിഷ്യനായ ആമേൻ കൂടെ നിന്ന ആമേൻ യോശുവ ആ വചനം അണുവിട വിട്ടുമാറാതെ വചനം പ്രമാണിക്കാൻ തയ്യാറായപ്പോൾ ആമേൻ തമ്പുരാന്റെ സ്തോത്രം സ്തോത്രം, ശരിക്കു പറഞ്ഞാൽ തമ്പുരാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കയറി വന്നത് യോശുവയ, അല്ലേ? തമ്പുരാന്റെ പദ്ധതിയിലേക്ക് കയറി വന്നത് ആരാ? ആണോ? അതെ, അതെ, അതെ. ആമേൻ. ഈ ജനത്തെ വാഗ്ദത്തത്തിൽ എത്തിക്കാനായിരുന്നു മോശയെ വിളിച്ചത്. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ആമേൻ, ആ വചനം പോലെ ഈ ആമേൻ, ഞാൻ ശക്തമായി പറയാം, വചനം പോലെ അനുസരിക്കാൻ തയ്യാറായാൽ, വചനം പോലെ ഞാൻ ഈ വചനം പോലെ അനുസരിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ ഈ വചനം പോലെ അനുസരിക്കാൻ തയ്യാറായാൽ, ആമേൻ, നമ്മളെ എത്തിക്കേണ്ടിയെടുത്ത സ്വർഗത്തിലെ ദൈവം എത്തിക്കും. ഇന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഞാൻ പറയാം, പ്രശ്നങ്ങളില്ലാത്തവരില്ല, അല്ലേ? പ്രശ്നങ്ങളില്ലാത്തവരില്ല. പ്രശ്നങ്ങളില്ലാത്തവരില്ല. ആമേൻ, ആമേൻ. പ്രതിസന്ധികൾ ഇല്ലാത്തവരില്ല. ഞാൻ 2 ദൂത് ചിന്തിച്ചു പറഞ്ഞു വിചാരിച്ച് കേട്ട ഈ പ്ലാറ്റ്ഫോമിൽ, പക്ഷെ പറ്റിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പ്രശ്നങ്ങൾ ഇല്ലാത്തവരില്ല. ആമേൻ, അല്ലെ? ആമേൻ. ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ശക്തമായി പറയാം, ആമേൻ, നമ്മള് ആമേൻ എന്താ പറയാ, ദൈവത്തെ കാണേണ്ട പോലെ നമ്മൾ കണ്ടു കഴിയുമ്പം, ആമേൻ, ഈ പ്രിയരെ, ഏതൊരു വ്യക്തിയെയും ഏതൊരുവനെയും ഉയർത്തുന്നത് ദൈവമാണ്, അല്ലേ? ദൈവമാണ് ഉയർത്തുന്നത്. ആമേൻ. ഈ ദൈവ സാന്നിധ്യത്തെ, അല്ലെങ്കിൽ ഈ ദൈവിക വചനത്തെ ഒന്ന് മുറുകെ പിടിച്ചേ. നമുക്കൊന്ന് മുറുകെ പിടിക്കാം. നമ്മൾ പറയാറില്ലേ, ഈ ഇന്ന് ചില ചിന്താഗതികൾ പൊട്ടട്ടെ. ഇന്ന് ചില ചിന്താഗതി, നിങ്ങൾക്ക് സമയത്ത് പോകേണ്ടതുകൊണ്ട് മെസ്സേജ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞാൻ നടത്തുകയും ചെയ്യും. ആമേ, എന്റെ അകത്ത് തോന്നി ഒരു കത്തി വരിക. സ്തോത്രം. ആമേ, ഹല്ലേലൂയ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നടത്തും. സ്തോത്രം. ആമേൻ. ഈ എന്താ പറഞ്ഞേ, നമ്മൾ ചിന്തിക്കാറില്ലേ? ഒരു കാര്യം ശക്തമായി പറയാം, നമുക്ക് മുമ്പിൽ തടസ്സങ്ങളില്ല. അങ്ങനെ ചിന്തിച്ച്, നമുക്ക് മുമ്പിൽ തടസ്സങ്ങളില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് ചില റിക്കവർ ആകാൻ പോവാ. ഇന്നർ ഹീലിംഗ് നടക്കും കേട്ടോ. ഇന്നർ ഹീലിംഗ് നടക്കും. എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട്, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ പെട്ടെന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു. സ്വതന്ത്രം. ഞാൻ മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ വിചാരിക്കും കൊടും പാവിയായിട്ടല്ല. ചില റൂട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളെ ദൈവം ഭയങ്കരമായിട്ട് ചിലത് പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ്, ആമേൻ, വൈകിട്ട് ഒരു 1:30 മണി രാത്രി ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട്, ഞാനുണ്ട്, വൈഫുണ്ട്, 3 മക്കൾ, എനിക്ക് 3 ആൺപിള്ളേരാണ്. ഞങ്ങൾ 5 പേര് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ 1:30 മണി രാത്രിയായി. എൻ്റെ കാറ് ഒന്നിടിച്ചു.
ഞാൻ ശരിക്കും പറഞ്ഞ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എങ്ങനെ കണ്ണൊന്ന് അടഞ്ഞുപോയി. വണ്ടി എന്ന് ഇടിച്ചു. 1:30 മണി രാത്രി. ആ ഒരു വലിയ ഒരു 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 കുഴിയുടെ വക്കത്തിൽ നിന്ന് വണ്ടി എങ്ങനെയോ നിന്നു. ഫോറസ്റ്റ് ആണ്, ഡേഞ്ചർ ഏരിയയാണ്. ആമേ. ഞാൻ ഇങ്ങനെ പറയാം, ഞങ്ങൾ 5 പേരുണ്ട്. ഈ ഒരു ഒരു ഞങ്ങളുടെ ഒരു ഒരു എന്താ പറയുക, ഒരു സ്കിന്നിന് ഒരു പോറല് പോലും ഇല്ലാതെ ഞങ്ങൾ 5 പേരും രക്ഷപ്പെട്ടു. ഒരു പോറല് പോലും സംഭവിക്കാതെ ഞങ്ങൾ 5 പേരും ആക്സിഡന്റ് രക്ഷപ്പെട്ടു. 1:30 മണി രാത്രി. ആമേൻ. പിറ്റേന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ 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 തരിക, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ തരിക. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, നമുക്ക് മുമ്പിൽ തടസ്സമുണ്ടെന്ന് നമ്മൾ പറയരുത്. ഞാനത് പറയാൻ കാരണം, ഏറ്റവും വലിയ തടസ്സം ആരാന്നറിയും? നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സം, ഇന്ന് കേട്ടെ, എന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം ഞാനാ. എന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം ഞാനാ. ആമേൻ. സ്തോത്രം. ദൂത് കത്തുന്നെങ്കിൽ സ്തോത്രം. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അത്രയും പറഞ്ഞ് ഞാൻ വിടുക. ആമേൻ. ഇത് പോലും പോരാട്ടം പ്രശ്നമൊന്നുമല്ല. ചിന്തിച്ചോണം, എന്റെ തടസ്സം ഞാനാ. ഉടമന ധനകൽ കരാധര. ഇത്രയും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. മോശെ ഒറ്റ അനുസരണക്കേടാ കനാൻ പോയെ. ഒറ്റ അനുസരണക്കേട് കനാൻ പോയത്. ആമേൻ. പക്ഷെ യോശുവ വലിയ ശക്തിയുള്ള മനുഷ്യൊന്നുമല്ല. പക്ഷേ വചനമായിട്ട് ഏറ്റെടുത്ത് വചനം വിട്ട് മാറാതിരുന്നപ്പോ എത്തേണ്ട അടുത്തെത്തി. ദൂത് കിട്ടിയോ നിങ്ങക്ക്? ആമേൻ. നിനക്ക് ആ ദൂത് കിട്ടിയോ? ശബര ഷിയാംബര ഹൽക്കരലക്കമ. ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞേ. ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്ന 39 പേർക്ക് കൊണ്ട് ദൂത് ഞാൻ ടോട്ടൽ പിടിക്കുക, അടച്ചു പിടിക്കുക. ഉടമന ധനകൽ കരാതര. പ്രശ്നം നമ്മുടെ ഭാഗത്താ. ആമേൻ. സറണ്ടറായി ദൈവത്തിന്റെ സന്നിധിയിൽ തമ്പുരാന്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കാമെങ്കിൽ, ആമേൻ, ആ ദൈവത്തിന്റെ കർത്താവ്, ഞാൻ എന്നെ വിശ്വസ്തനാക്കണമേ എന്ന് പറഞ്ഞ് തമ്പുരാന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാമെങ്കിൽ എത്തേണ്ടിയടുത്ത് ദൈവം എത്തിക്കും. മേൻ. നമ്മുടെ ആ വിശ്വസ്തത ഭയങ്കരമായിട്ട് പല വഴികളെയും അടച്ചു കളയുക. ഇന്ന് രാത്രി ഞാൻ ശക്തമായി പറയാം, ദൈവമാകി 13ാമത്തെ ദിവസം ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് വിശ്വസ്തനാണോ? വിശ്വസ്തനാണോ? ഞാൻ അടക്കം വിശ്വസ്തനാണെങ്കിൽ ഞാൻ സ്വർഗത്തിലെ അപ്പം പറയുന്നു, ഞാൻ ഉയർത്തും. ഓ ഉടമാനഗതന. സ്തോത്രം. അമ്മേ, വെളിപ്പാട് പുസ്തകമേ, ഈ സമയം പോകുന്നു. വെളിപ്പാട് പുസ്തകം, അമേൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ആമേൻ. ഞാൻ പെട്ടെന്ന് വായിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ടൈമില്ലാത്തത് ഇങ്ങോട്ട് നോക്കി. ഞാനങ്ങ് തന്നെ പറഞ്ഞു വിടാം. നിങ്ങൾ അനങ്ങാതിരുന്നു. ഫിലദൽഫിയയിലെ സഭയിലെ ദൂതൻ എഴുതുക. ഉണ്ടോ? വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായി, ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചില്ല. ആമേൻ. ദൂത് പിടികിട്ടിയോ? നീ ചെറുതാ, നീ അല്പമേ ശക്തിയുള്ളൂ. വലിയ ത്രാണിയുള്ള ആളൊന്നും അല്ല.
ആമേൻ. വലിയ ശക്തനൊന്നുമല്ല, പക്ഷെ ഒറ്റ കണ്ടീഷൻ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അതൊക്കെ ശരിയാ, പക്ഷെ നീ എന്റെ വചനം കാത്തു എന്ന് പറഞ്ഞാൽ വചനം വിട്ടു മാറിയില്ല, നീ കറക്റ്റ് ആയിട്ട് പാലിച്ചവനാ. അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കാൻ പോവാ. ആമേൻ. ഞാൻ തുറന്നുള്ള പ്രത്യേകത അറിയുമോ? ഈ ഉലകത്തിൽ ആ വാതിൽ അടയ്ക്കാൻ ആരുമില്ല. കണ്ടോ? ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ടോ? നീ വിശ്വസ്തയോടെ എന്റെ വചനം കാത്തവനാ, അതുകൊണ്ട് ഞാൻ തുറക്കും. പിന്നെ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് പ്രശ്നത്തിന്റെ പേര് നീ പറയണ്ട. വിശ്വസ്തനാണെങ്കിൽ ഞാൻ തുറക്കാൻ പോയ ആരും ഉണ്ടോ? ഇന്ന് രാത്രി ഉറങ്ങണ്ട. ഇന്ന് രാത്രി ശരിക്കും പ്രാർത്ഥിച്ചു. അറബല ഷിയാന്തര ഹൽക്കര ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞേ. ആമേൻ. വിശ്വസ്തയോടെ നിന്ന് പറയാ, ഇനി എനിക്ക് ഇത് തൊടാൻ പറ്റി, ഈ ദൂരെ തൊടാൻ പറ്റിയില്ല. ഇത് പറഞ്ഞത് ഒരു വ്യക്തിയോടല്ല. ആമേൻ. മനോജ് പാസ്റ്ററേ, ഇത് പറഞ്ഞത് ഇനി സഭയോടെങ്കിലും ഒരു ദൂത് പറഞ്ഞില്ലേ? ആമേൻ. ഇത് പറഞ്ഞത് ഒരു വ്യക്തിയോടല്ല, ഇത് പറഞ്ഞത് ആരോടാന്നറിയുമോ? ഫിലദൽഫിയ സഭയോടാ. ഉണ്ടോ? അസാധാരണ ദൂത. ഇപ്പൊ ഞാൻ പറയാം, മനോജ് പാസ്റ്ററേ എന്ന് പറഞ്ഞിട്ട് മനോജ് പാസ്റ്റർ ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാസ്റ്ററോടും വൈകിനോടും കുഞ്ഞുങ്ങളോടും കുടുംബത്തോടാണ് പറയാം. അത് അവൻ അവസാനിച്ചു. നിങ്ങൾ വിശ്വസ്തരായിട്ട് നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഓക്കെ, അത് നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾ നിന്നത് കൊണ്ട് അഭിഷിക്തനെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന അഭിഷിക്തോട് ദൂത് പറഞ്ഞു. ഓക്കെ, പക്ഷെ ഈ ദൂത് അങ്ങനല്ല. ഈ ദൂത് വ്യത്യസ്തമാണ്. ഈ ദൂത് സഭയ്ക്കാം. ഈ ദൂത് ആർക്കാ? സഭയ്ക്കാം. ആമേൻ. അപ്പൊ സഭ എന്ന് പറയുമ്പോൾ ഒരാളല്ല, ചിലപ്പോൾ 100 പേരടങ്ങുന്ന കുടുംബമായിരിക്കും, ചിലപ്പോൾ 10 പേരടങ്ങുന്ന കുടുംബമായിരിക്കും, ചിലപ്പോൾ 500 പേര് കൂടുന്ന കുടുംബം അടങ്ങുന്ന സഭയായിരിക്കും. ആമേൻ. അപ്പൊ ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല. ആമേൻ. ആമേൻ. കുടുംബങ്ങൾ കൂടി വരുന്ന ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരു സംഘം, അല്ലെ? ആമേൻ. അങ്ങനെ ഒരു ഗ്രൂപ്പിനോട്, ഒരു വിഭാഗത്തോട്, ഒരു സഭയോട് പറയുക, നിങ്ങൾ എന്റെ വചനം കാത്തു. അപ്പം അതിന്റെ അർത്ഥം ഇതാ. അവിടുത്തെ ഞാൻ വിചാരിക്കുക, ഫിലദൽഫിയ സഭയിലെ പാസ്റ്ററും വിശ്വാസികളും സൂപ്പർ. ഫിലദൽഫിയ സഭയിലെ പാസ്റ്ററും വിശ്വാസികളും സൂപ്പർ. കാരണം ഇത് സഭയ്ക്കുള്ള ദൂതാ. പാസ്റ്റർ, നിങ്ങളുടെ വിശ്വാസികളും വചനം കാത്തു, നാമം നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ സഭയുടെ ഒരു ദൂത് പറയുക, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞാൻ ഒരു വാതിൽ തുറക്കുക, അതാർക്കും അടച്ചുകൂടാ. ഞാൻ വിചാരിക്കുന്നത് എന്തൊരു സഭ അല്ലേ? ഇത് എന്തൊരു സഭ! ഒരാളോടല്ല പറയുന്നേ, ഒരു സഭയോടാ പറയുന്നേ. ഞാൻ പറയാ, ഈ അടമാന ശ്രീയാന്തര ഹാൽക്കാർ ഈ 21 days ഫാസ്റ്റിംഗ് പ്രയർ, 13ാമത്തെ ദിവസം സഭയെ ഇന്ന് രാത്രി ഒന്നടങ്ങ് ഞാൻ നിങ്ങളോട് പ്രവചിക്കുക. ഫിലദൽഫിയ സഭയ്ക്ക് ദൈവം കൊടുത്തൊരു അധികാരം പോലെ, ആമേൻ, ഹല്ലേലൂയ, ഒരു വാതിൽ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചരടെ കോർത്ത മുത്തുപോലെ എല്ലാം, ആമേൻ, പാസ്റ്ററും വിശ്വാസികളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ഒറ്റ കെട്ടായിട്ട് നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോ ആ സഭയോട് പറയാ, ഞാനങ്ങോട്ട് തുറക്കാൻ പോവുക, ഈ ഉലകത്തിൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ലെന്ന്. കേട്ടോ? ശമന ധനകൽ കരാതര. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഉടമന ധനകൽ കരാതര ധരകൽ കരാതര. ഞാൻ അനുഭവത്തിൽ നിന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ അറിയുന്ന ഒരു സ്വർഗത്തിന് മുമ്പിൽ ഞാൻ ഇന്ന് രാത്രി ഇരിക്കുന്നു. ഞാൻ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എനിക്കിനി പറയാൻ പറ്റാത്ത പ്രതിസന്ധിയിലൂടെ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ പാസ് ചെയ്ത് പോകുന്ന മനുഷ്യനാണ്. ഇതൊന്നുമല്ല ആക്സിഡന്റ് ഒരു സൈഡിൽ, അത് കൂടാതെ ദേശത്തെ പ്രശ്നം വേദിക്കുന്നു. ഇത് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ ദേശത്തെ പ്രശ്നം വേറൊരു സൈഡിൽ, എന്നെ നിർത്തത്തില്ലെന്ന് പറഞ്ഞുള്ള പ്രശ്നം. ആമേൻ. ഓത്രം. ആമേൻ. അതുപോലെ ചില പ്രശ്നത്തിന്റെ അകത്തൂടെ ഞാൻ കയറിപ്പോകുന്ന മനുഷ്യനാണ് ഞാൻ. ആമേൻ. പക്ഷെ ഇന്ന് രാത്രി എനിക്കൊരു കാര്യം അറിയാം. എന്നറിയാമോ? ആമേൻ. വിശ്വസ്തയോടെ നിൽക്കാമെങ്കിൽ
വിശ്വസ്തയോടെ നിൽക്കാമെങ്കിൽ. അനുഭവത്തിൽ നിന്നുള്ള മെസ്സേജാ പാസ്റ്ററെ, അഭിഷിക്തന്മാരെ, എന്റെ അനുഭവത്തിൽ നിന്ന് രാത്രി ഞാൻ ഷെയർ ചെയ്യാം. ഒറ്റ കുടുംബം ഇതിന്റെ അത് തളർന്നു പോകത്തില്ല. ആമേൻ. ഒറ്റ കുടുംബം, എന്നെ കേൾക്കുന്ന ഒറ്റ കുടുംബം ഇതിന്റെ തളരത്തില്ല. എന്നെ കേൾക്കുന്ന ഒറ്റ വ്യക്തി ജീവിതം ഇതിനകത്ത് തളരത്തില്ല. സമയം പോയല്ലേ? എനിക്ക് പറഞ്ഞ സമയം കഴിഞ്ഞു കേട്ടോ. സോറി, ഞാൻ നിർത്താൻ പോവാം. ഓത്രം എന്റെ അകത്ത് ഈ ദൂത് കത്തുന്നുകൊണ്ട് ഇനി എനിക്ക് ദൂത് പറയാവുന്ന സമയം ഞാൻ നിർത്തുക. 10 മിനിറ്റ് കൂടുതലായിരുന്നു. ആമേൻ. 10:30 പറ, 10 ആപ്പാവും. ഞാൻ നിർത്താൻ പോവാം. ഞാൻ ശക്തമായി പറയാം. ആമേൻ. വിശ്വസ്തരായിരിക്കും. ഇന്ന് ഹൃദയത്തെ ചരിച്ചോണം. ഇന്ന് തീരുമാനിക്കണം. എന്നറിയാമോ? ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്? ഏത് വിഷയത്തിനകത്താ ഭാരപ്പെടുന്നത്? നിങ്ങൾ ഏത് വിഷയത്തിനകത്താ ഭാരപ്പെടുന്നത്? സ്തോത്രം. കർത്താവേ, ഞാൻ നിൽക്കാൻ പോവാ. എന്നെ നടത്തണമെന്ന് പറ ദൈവത്തോട്. എന്നെ വിശ്വസ്തയോടെ ഞാൻ നിൽക്കാൻ പോവാ. ആമേൻ. നിങ്ങൾക്കറിയാമോ? വാതിൽ തുറക്കും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ ഓവർകം ചെയ്യാൻ പോവാ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോവാ. നമുക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോവാ. വിശ്വസ്തരായിരിക്കും. വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ വേണ്ട, വിശ്വസ്തത മതി. കർത്താവേ, വചനം വിട്ട് മാറാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അപ്പോൾ ഒരു വചനം ഇങ്ങനെ പറയുക: ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ. ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ. ആമേൻ. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആമേൻ. ഞാൻ ഇനി അത് പറയുന്നത് ശരിയല്ല. സമയത്തിന്റെ പോരായ്മ കൊണ്ടാണ്, എനിക്ക് ഈ ഒരു ദൂത് കൈമാറേണ്ടത് കൊണ്ടാണ് ഞാൻ പേര് വിളിച്ച് പ്രവചിക്കാൻ. ആമേൻ. എങ്കിലും ഞാൻ എല്ലാവരോടുമായിട്ട് പറയുക, ഈ ദൂത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. കർത്താവ് വാതിൽ തുറക്കും. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. റബല. ആമേൻ. പ്രിയ പിതാവേ, ആമേൻ. ഈ ലഭിച്ച സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസ്തതയുടെ ഒരു ദൂത് ഞാൻ കൈമാറിയിരിക്കുക. ആമേൻ. ഞങ്ങൾ വിശ്വസ്തയോടെ നിന്നാ മതി. ഞങ്ങളെ ഒതുക്കി കളയാൻ, ഞങ്ങളെ ഇല്ലാതാക്കി കളയാൻ, ഞങ്ങളെ തകർത്ത് കളയാൻ അതിനു മേലെ ഒരു ശക്തിക്ക് എഴുന്നേക്കാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ വചനത്തിൽ ഉറയ്ക്കുക. എവിടുന്ന് യുദ്ധം വന്നാലും ആമേൻ. വിശ്വസ്തനാണോ? സൈന്യങ്ങളെ യഹോവ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസ്തരാകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക. ഈ മെസ്സേജ് ഞാൻ ഈ സഭയ്ക്ക് കൈമാറുമ്പോൾ ഇത് ആമേൻ അടിയന്റെ മേലും അടിയ സഭയുടെ മേലും ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. കർത്താവ്, എന്നെ കേൾക്കുന്ന ഈ സഭയുടെ മേൽ ഇത് ഭയങ്കര അനുഗ്രഹമായി മാറട്ടെ. നമ്മൾ ആമേൻ പരസ്പരം അന്യോന്യം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം അങ്ങേക്ക് തരികയാണ് യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കുവാൻ ഈ ദൂത് കൈമാറാൻ കർത്താവിന്റെ അവസരത്തിനായി സ്തോത്രം. സഭയ്ക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാ ദൈവമക്കളോടും പ്രത്യേക നന്ദി. പേരെടുത്ത് പറയുന്നില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും കർത്താവ് ആമേൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, നല്ല ദൈവമേ, വിശ്വസനായ വെച്ച നിങ്ങളുടെ പരിശുദ്ധ കരങ്ങളിലേക്ക് കർത്താവെ ഒരിക്കൽ കൂടി ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച ആ ദൂതിനായിട്ട് നന്ദി അപ്പ. കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ മൂടിയതിനായിട്ട് നന്ദി അപ്പ. വലിയ അവൻ വാഗ്ദത്തം ഞങ്ങളുടെ മേൽ അവിടെ ഇട്ടതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമേ, അത് കത്തിപ്പടരട്ടെ. ദൈവമേ, അത് സെല്ലിന്റെ മേൽ കത്തിപ്പടരട്ടെ, ശരീരത്തിന്റെ മേൽ കത്തിപ്പടരട്ടെ. കർത്താവെ, ഹൃദയത്തിന്റെ മേൽ കത്തിപ്പടരട്ടെ. കർത്താവ്, രക്തത്തിന്റെ മേൽ കത്തിപ്പടരട്ടെ. കർത്താവ്, ഞങ്ങളുടെ ഓരോ കുടുംബത്തിന്റെ മേലും ഓരോ വ്യക്തി ജീവിതത്തിന്റെ മേലും കത്തിപ്പടരട്ടെ. വിശ്വസ്തത കത്തിപ്പടരട്ടെ അപ്പ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. വചനത്തോടുള്ള അനുസരണം കത്തിപ്പടരട്ടെ അപ്പ. യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ ആമേൻ സ്തോത്രം, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക.
യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വിശ്വസ്തത റിലീസ് ചെയ്യപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആമേൻ സ്തോത്രം, യോശുവയുടെ മേൽ പകർന്നത് ദൈവമേ സ്തോത്രം, ഇന്ന് പകൽക്കാലം അപ്പാ ആമേൻ സ്തോത്രം, അല്പമേ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഒന്നിനും പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ചിലതിന്റെ മേൽ ഇന്ന് രാത്രി അത് പകരട്ടെ അപ്പാ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, സകല ജനത്തിന്റെ മേലും കർത്താവ് ഇന്ന് രാത്രി ഇതിന്റെ അകത്ത് കയറിയ സകല കുടുംബത്തിന്റെ മേലും ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അത് പകരപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് പകരപ്പെടട്ടെ. ആത്മശക്തി കൊണ്ട് അത് പകരപ്പെടട്ടെ. പരിശുദ്ധി ആത്മാവിന്റെ ശക്തിയാൽ പകരപ്പെടട്ടെ. കർത്താവ്, പുതിയ നിയമസഭയ, ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച കർത്താവ് കൃപയുടെ ആമേൻ സ്തോത്രം അവകാശികളാ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരൊറ്റ കുഞ്ഞ് മിസ്സാകാതെ, ഒരൊറ്റ കുടുംബം മിസ്സാകാതെ യേശുവിന്റെ നാമത്തിൽ വിശ്വസ്തത ആമേൻ ചലിക്കട്ടെ, വിശ്വസ്തത വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അബുദാബിയിലെ ദൈവസഭ കർത്താവെ ആമേൻ സ്തോത്രം ദൗത്യത്തിന് വേണ്ടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു പുതിയ തലത്തിലേക്ക് കയറുവാൻ തക്കവിധം കർത്താവെ, ഒരു പുതിയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിയോഗത്തിലേക്ക് കടക്കുവാൻ തക്കവിധം കർത്താവെ, അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം വാഗ്ദത്തത്തിനകത്തേക്ക് കാലുകുത്തുവാൻ, എൻട്രി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവമേ ഏൽപ്പിക്കുകയപ്പാ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് രാത്രി കുറവുള്ളതിന്റെ മേൽ ആമേൻ സ്തോത്രം കൂടുതൽ പകരപ്പെടട്ടെ കർത്താവ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണപ്പാ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയപ്പാ. ഒരു വലിയ തീയഭിഷേകം, വിശ്വസ്തതയുടെ തീയഭിഷേകം യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഗോസിപ്പ് പറയാത്ത, കുറ്റം വിധിക്കാത്ത ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഉറ്റുനോക്കുന്ന, ദൈവത്തെ ഉറ്റുനോക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവെ, ആമേൻ സ്തോത്രം, ഇത് ഞങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ബുദ്ധിയിലല്ലപ്പാ, ഇത് ഞങ്ങൾ ബുദ്ധിയിലല്ല കർത്താവെ, ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ റിസീവ് ചെയ്യുക കർത്താവ്, ഒരു നിയോഗത്തിന് വേണ്ടി റിസീവ് ചെയ്യുക, ഒരു ദൗത്യത്തിന് വേണ്ടി റിസീവ് ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. അബുദാബിയിലെ ദൈവസഭയ്ക്ക് സ്വർഗം കൈമാറിയ ആമേൻ സ്തോത്ര നിയോഗത്തിന് വേണ്ടി ആമേൻ ഇത് ഇന്ധനമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇത് ഫ്യൂവലായിട്ട് മാറട്ടെ കർത്താവ്. വിശ്വസ്തന്മാർ എഴുന്നേൽക്കട്ടെ, ശിഷ്യന്മാർ എഴുന്നേൽക്കട്ടെ, ദാസന്മാർ എഴുന്നേൽക്കട്ടെ, ഉറ്റിരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, കൂടെ ഇരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുസരണമുള്ളവൻ എഴുന്നേൽക്കട്ടെ. കർത്താവെ, ഒരു സമൂഹം ആമേൻ സ്തോത്രം ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുമ്പോ ആമേൻ സമൂഹം കാളക്കുട്ടിയുടെ പുറകെ പോകുമ്പോ, ഒരു സമൂഹം ആമേൻ ഒരു ദുർനടപ്പുകാരന്റെ പുറകെ പോകുമ്പോ യേശുവിന്റെ നാമത്തിൽ ആമേൻ സ്തോത്ര സാന്നിധ്യത്തെ ചുമക്കുന്നവൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഊറ്റിരിക്കട്ടെ. പർവ്വതം വിട്ടുപോകാതെ ഉറകലവന ശാന്തനെ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന പർവ്വതം വിട്ടുപോകാതെ അപ്പാ ഇന്ന് നെയിം ഓഫ് ജീസസ്, ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഈ സഭ കൂട്ടയിരിക്കട്ടെ, ഈ സഭ കൂട്ടയിരിക്കട്ടെ, ഈ സഭ ദൈവത്തോട് ചേർന്ന് നടക്കട്ടെ, ഈ സഭ യേശുവിനോട് ചേർന്ന് നടക്കട്ടെ. ഉടകനവന ശാന്തല കർത്താവെ, ആമേൻ സ്തോത്രം നഷ്ടപ്പെടുത്തി കളഞ്ഞ യേശാവുമാരുടെ കൂട്ടത്തിലല്ല കർത്താവെ, ആമേൻ സ്തോത്രം അനുസരിച്ചു പ്രാപിക്കുന്ന, വിശ്വസിച്ച് പ്രാപിക്കുന്ന കാലബിന്റെയും യോശുവയുടെയും കൂട്ടത്തിൽ ഒരു ജനറേഷൻ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക കർത്താവെ. ആമേൻ സ്തോത്രം മോശയ്ക്ക് ശേഷം യോശുവ അല്ലപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ഒരു തലമുറ ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന സകലതും ആമേൻ ആബാല വൃദ്ധം ആമേൻ പ്രായഭേദമന്യേ ആമേൻ സ്തോത്രം ഇനിയുള്ള തലമുറ പോകട്ടെന്നല്ല, ഇനിയുള്ള തലമുറ കേറട്ടെന്നല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇവിടെ ഇരിക്കുന്ന യാത്രയെ പേരും സഭയ്ക്കകത്തുള്ള ആത്രയവും എണ്ണവും കർത്താവെ, ഞങ്ങളുടെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, ഉറുദു, തിരുണ്ടി, എത്യോപ്യ എല്ലാ ഭാഷയിലുള്ള കുടുംബത്തിന് വേണ്ടി, എല്ലാ ഭാഷയിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എല്ലാ ഭാഷയിലുള്ള ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഈ ദൂത് റിസീവ് ചെയ്യുക, ഈ ദൂത് റിസീവ് ചെയ്യുക. ആത്മമണ്ഡലത്തിൽ ഞങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കുകയാണപ്പാ യേശുവിന്റെ നാമത്തിൽ. വചനം വിട്ട ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ, വചനം വിട്ട് ഇലത്തോട്ടും വലത്തോട്ടും മാറാതെ ഒരു തലമുറ നിൽക്കട്ടെ, അനുസരണത്തിന്റെ തലമുറ നിൽക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദൂതമായി ആമേൻ അങ്ങ് പറഞ്ഞയച്ച അങ്ങയുടെ മകനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശുശ്രൂഷിച്ചു തന്റെയും തന്റെ കുടുംബത്തിനും തന്റെ സഭയ്ക്കും ആമേൻ സ്തോത്രം അനുഗ്രഹമായി മാറുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് രാത്രിയിൽ ഒരു വിരാമം ഉണ്ടാകട്ടെ. ഉരകനമ ചന്ദല മൗരാരവൻ മൗഷ്മിയ, എന്റെ ദൈവം ആമേൻ, എന്നെ വിളിച്ച എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ അവൻ സ്തോത്രം താൻ വിടുതൽ ഏറ്റെടുക്കട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യും. കർത്താവെ, ഒരിക്കൽ കൂടി ദൈവസഭയെ മുറ്റുമായിട്ട് ഏൽപ്പിക്കുക. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ സഭയെയും ആമേൻ ഈ സഭയിലെ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുക. കർത്താവെ, നാളത്തെ ദിവസം ഞങ്ങൾക്ക് സഭായോഗം ഉണ്ടല്ലോ കർത്താവെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, കർത്താവ് വിടുവിക്കണം. അത്ഭുതകരമായ ദൈവപ്രവൃത്തി സഭയ്ക്കകത്ത് അവിടുന്ന് അയച്ചേ മതിയാവൂ അപ്പ. നാളെ കർത്താവെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യുദ്ധത്തിന്റെയും യുദ്ധഭീതിയുടെയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അകത്ത് കിടക്കുന്ന ഒരു ജനം നിന്നെ സ്നേഹിച്ച് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോ കർത്താവെ കിഴവിക്കഥയല്ല സാക്ഷാൽ ആളത്വമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ശാന്തൻ നിന്റെ ജനത്തിനോട് എതിരിടണമെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ജനത്തിന്റെ മേൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുക. നിന്റെ ജനത്തിന്റെ അവസ്ഥകളുടെ മേൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുന്ന് നൽകി തരണമേ അപ്പ, അവിടുന്ന് ഇറങ്ങി വരണമേ അപ്പ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ആമേൻ സ്തോത്രം. ഞങ്ങളുടെ കോർഡിനേഷൻസ് കർത്താവെ, ഞങ്ങളുടെ ആമേൻ സ്തോത്രം ഡിപ്പാർട്ട്മെന്റ്സ് കർത്താവെ, ഞങ്ങളുടെ ആമേൻ സ്തോത്രം ഇൻസ്ട്രുമെന്റ്സ്, ഞങ്ങളുടെ ആരാധന കർത്താവെ ഒരു വെറും പ്രഹസന ആരാധനയല്ല കർത്താവ്, ഒരു പെർഫോമൻസ് ആരാധനയല്ല, സാക്ഷാൽ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ കർത്താവെ നാളെ നീ ഞങ്ങൾക്ക് കടന്നു വരുന്ന സകലതിനും ആമേൻ സ്തോത്രം അനുഗ്രഹമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ സ്തോത്രം വാഹനത്തിൽ വരുമ്പോൾ കർത്താവെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കർത്താവെ ആരാധന തുടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ജനം കർത്താവെ ഒരുമിച്ച് ആരാധിപ്പാൻ തക്കവിധം കർത്താവെ ആലയത്തിനകത്ത് കടന്നു വരട്ടെ. സ്വർഗം അങ്ങനെ ചെയ്തതിനായിട്ട് നന്ദി. അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുക. അതിനു മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ അറിയിക്കട്ടെ. കർത്താവിൻ സ്തോത്രം. പ്രത്യേകാൽ ആമേൻ സ്തോത്രം ഇന്ന് രാത്രി ശുശ്രൂഷിച്ച ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും ആമേൻ സഭയുടെ പേരിലും എന്റെ പേരിലും അറിയിക്കുകയാണ്. കർത്താവ് കൂടുതൽ ശ്രേഷ്ഠമായിട്ട് ആമേൻ സ്തോത്രം തന്റെ വൃത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൂത് ആമേൻ ഒരു അറിയിപ്പുള്ളത് കർത്താവിൻ സ്തോത്രം. നാളെ നമുക്ക് സഭായോഗമുണ്ട്. നാളെ വൈകുന്നേരം നമുക്ക് മീറ്റിംഗ് കാണത്തില്ല. ആമേൻ നമ്മുടെ മീറ്റിംഗ് നാളെ ആമേൻ സ്തോത്രം ആമേൻ UAE സമയം 12:15 ഇംഗ്ലീഷിലും 3 മണിക്ക് ആമേൻ മലയാളത്തിലുമായിരിക്കും. ആമേൻ സ്തോത്രം. അപ്പോ ആമേൻ ഇന്ത്യയിലേക്കുള്ള സമയം ആമേൻ സ്തോത്രം അത് ആമേൻ കൺവേർട്ട് ചെയ്തെടുത്തോണം. കർത്താവിൻ സ്തോത്രം 1.5 മണിക്കൂർ ആമേൻ സ്തോത്രം മുമ്പേ കർത്താവിൻ സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ 12 എന്നുള്ളത് 1.5 മണിക്ക് ആമേൻ സ്തോത്രം ഇംഗ്ലീഷിലും ആമേൻ 4:30 മണിക്ക് മലയാളത്തിലും നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ സമയത്ത് മാത്രമേ മീറ്റിംഗ് കാണത്തുള്ളൂ. ആമേൻ സ്തോത്രം. ഈ മോർണിംഗ് ഗ്ലോറി കൂടാതെ കർത്താവിൻ സ്തോത്രം ഹല്ലേലൂയ വൈകുന്നേരം നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ആമേൻ സ്തോത്രം നമ്മളെല്ലാവരും ആ ടൈം ക്രമീകരിച്ച് വേണം സൂമിനകത്ത് കയറാനെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുക. നമുക്ക് ആമേൻ സ്തോത്രം സൂമിൽ ടെലികാസ്റ്റ് ചെയ്യും. ആമേൻ കർത്താവിന് ചോദിച്ചാൽ സൂമിനകത്ത് ആമേൻ സ്തോത്രം നമുക്ക് ആരാധന അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് ജോയിൻ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുക. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സമയം തെറ്റിപ്പോകരുത്. അതിനുവേണ്ടിയാണ് ഇപ്പോഴേ പറഞ്ഞത്. അതുപോലെ അബുദാബിയിലുള്ള കുഞ്ഞുങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഇതിന്റെ അകത്ത് നിർബന്ധിക്കുന്ന ഒക്കെ അല്ല കർത്താവിന് സ്തോത്രം. ആമേൻ സ്തോത്രം നമുക്ക് ജോലിക്കൊക്കെ പോകാൻ സാധിക്കുന്നത് പോലെ ആമേൻ സ്തോത്രം വിശ്വാസത്താൽ കടന്നു വന്നാട്ടെന്ന് മാത്രം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ മറ്റൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവ് എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് തുറന്നു തന്ന ആമേൻ സമയമാണ് പക്കത്തിൽ ഉപയോഗിച്ചായിട്ട് കർത്താവിന്റെ സ്തോത്രം. ഞാൻ ഓർക്കുന്നു കോവിഡിന്റെ സമയത്തും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ വാതിൽ അടയ്ക്കാതിരുന്ന ചുരുക്കം സഭകളിൽ ഒരു സഭ നമ്മുടെ സഭയായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. നാളെയും നമുക്ക് അനുവദിച്ച് കിട്ടിയ സമയം നമ്മൾ തക്കത്തിൽ പ്രയോജനപ്പെടുത്തും. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം.